Hello and welcome back to another video on daily use English sentences. നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുവാനായി ഈ സെന്റൻസുകൾ എല്ലാം തന്നെ മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ പോകും വഴി അവന്റെ വീട്ടിൽ കയറാം. നമ്മൾ പോകും വഴി അവന്റെ വീട്ടിൽ കയറാം. We will drop by his house on our way. We will drop by his house on our way. ഇവിടെ വീട്ടിൽ കയറാം എന്നതിനെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫ്രേസൽ വേർഡ് ഡ്രോപ്പ് ബൈ. അപ്പോൾ ഡ്രോപ്പ് ബൈ ഹിസ് ഹൗസ് എന്ന് പറഞ്ഞാൽ അവന്റെ വീട്ടിൽ കയറുക എന്ന മീനിങ് ആണ്. ഈ ഹിസ് ഹൗസ് എന്നതിന് പകരം നമുക്ക് ഹിസ് പ്ലേസ് അങ്ങനെയും പറയാം. We'll drop by his place on our way. ഞാനും അതുതന്നെ പറയാൻ പോകുകയായിരുന്നു. ഞാനും അത് തന്നെ പറയാൻ പോകുകയായിരുന്നു. I was going to say the same thing. I was going അല്ലെങ്കിൽ I was also going to say the same thing. To say the same thing. അതുതന്നെ പറയാൻ. Going to say എന്ന് വെച്ചാൽ പറയാൻ പോകുക. ഞാനും അങ്ങനെ തന്നെയാ കരുതുന്നത്. ഞാനും അങ്ങനെ തന്നെയാ കരുതുന്നത്. I think so too. I think so too. ഇതിനെ നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് I also think so അങ്ങനെയും പറയാം. I think so too അല്ലെങ്കിൽ I also think so. ഇവിടെ നമ്മൾ so എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരാൾ പറഞ്ഞതുപോലെ ഞാനും അത് തന്നെയാണ് പറയുന്നത്, അല്ലെങ്കിൽ മുൻപേ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ മുന്നത്തെ കാര്യത്തെ പോലെ അതേപോലെ എന്നതിനെയാണ് നമ്മളിവിടെ so എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇപ്പോഴുമുണ്ടോ എന്നെനിക്കറിയില്ല. അത് എൻ്റെ പക്കൽ ഇപ്പോഴുമുണ്ടോ എന്നെനിക്കറിയില്ല. I don't know if I still have it with me. I don't know if I still have it with me. Have it with me എന്ന് പറഞ്ഞാൽ എൻ്റെ പക്കൽ ഉണ്ടാകുക. If I still have it. Still എന്ന് പറഞ്ഞാൽ ഇപ്പോഴും. ഇതൊക്കെ നിന്റെയാണോ? അതായത് ഈ സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതെല്ലാം നിന്റെയാണോ? Are these yours? Are these yours? ഈ സാധനങ്ങൾ നിന്റെയാണോ എന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ things എന്ന വാക്ക് ഉപയോഗിക്കാം. അതായത് സാധനങ്ങൾ എന്നതിന് things എന്ന വാക്ക് ആഡ് ചെയ്യാം. അപ്പോൾ are these things yours? ഇതിനെ തന്നെ നമ്മൾ കാഷ്വൽ ആയിട്ട് പറയുകയാണെങ്കിൽ are these your things അങ്ങനെയും ചോദിക്കാം. Are these your things? ഈ ചോദ്യത്തിന്റെ മറുപടിയായി നമ്മൾ ഇതൊന്നും എൻ്റെ അല്ല. ഇതൊന്നും എൻ്റെ അല്ല. These are not mine. Things എന്ന വാക്ക് ഉപയോഗിച്ച് പറയണമെങ്കിൽ these things are not mine. അതെന്താണെന്ന് നിനക്ക് മനസ്സിലാക്കാമോ? അതെന്താണെന്ന് നിനക്ക് മനസ്സിലാക്കാമോ? Can you make out what it is? ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫ്രേസൽ വേർബ് ആണ് മേക്ക് ഔട്ട്. മേക്ക് ഔട്ട് എന്ന് വെച്ചാൽ കാണുകയോ കേൾക്കുകയോ വഴി ഒരു കാര്യത്തെയോ ഒരാളെയോ ഒരു സാധനത്തെയോ ഒരു കാര്യത്തെയോ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനെയാണ് മേക്ക് ഔട്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ക്യാൻ യു മേക്ക് ഔട്ട് വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ ഒരാളോട് നമ്മുടെ സുഹൃത്തിനോട് ചോദിക്കുകയാണ്, അവിടെ കിടക്കുന്ന സാധനം അതെന്താന്ന് എനിക്ക് അറിയുന്നില്ല, ഇരുട്ടാണ്, കാണുന്നില്ല. സോ ക്യാൻ യു മേക്ക് ഔട്ട് വാട്ട് ഇറ്റ് ഈസ്. അതേപോലെ തന്നെ അവൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. I can't make out what he's saying. I can't make out what he is saying. അപ്പൊ ഇവിടെ നമ്മൾ ഒരു എന്താ പറയാ, ഒരു മ്യൂസിക് പ്രോഗ്രാമിന്റെ ഇടയിൽ നമ്മുടെ ഒരു ഫ്രണ്ട് കുറച്ച് ദൂരെ നിന്ന് എന്തോ നമ്മളെ വിളിച്ച് പറയാണ്. അപ്പൊ എനിക്കത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിനാണ് ഞാൻ പറയുന്നത് I can't make out what he is saying. അപ്പൊ പുള്ളി പറയുന്നത് എനിക്ക് കേൾക്കാം, പക്ഷെ പറയുന്നത് എന്താണെന്ന് എനിക്ക് ശരിക്കും ക്ലിയർ ആയി മനസ്സിലാവുന്നില്ല. അതിനെയാണ് നമ്മൾ I can't make out what he is saying എന്ന് പറയുന്നത്. പൊതുവെ നമ്മൾ മനസ്സിലാവാത്തതിനെ നമ്മൾ എന്താ പറയുക, I can't understand what he says. ഇവിടെ ഈ മേക്ക് ഔട്ടും അണ്ടർസ്റ്റാൻഡും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു ക്ലാസ്സിലിരിക്കുന്നു, ടീച്ചർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ടീച്ചർ പറയുന്നത് കേൾക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു സബ്ജക്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെ നമ്മൾ യു ക്യാൻ സേ I can't understand what she is teaching അല്ലെങ്കിൽ what she is saying. അതേപോലെ ഒരാളുടെ കൈയക്ഷരം വളരെ മോശമായതിനാൽ നമുക്ക് അയാൾ എഴുതിയത് മനസ്സിലാവുന്നില്ല. ഇവിടെയും നമുക്ക് മേക്ക് ഔട്ട് ഉപയോഗിക്കാം. I can't make out his handwriting. I can't make out
ഹിസ് ഹാൻഡ് റൈറ്റിംഗ്. ഇവിടെ വേണമെങ്കിൽ ഐ കാൺ അണ്ടർസ്റ്റാൻഡ് ഹിസ് ഹാൻഡ് റൈറ്റിംഗ് അങ്ങനെ പറയാം. പക്ഷെ അണ്ടർസ്റ്റാൻഡിനെ കാട്ടിയും കുറച്ചും കൂടെ നല്ല ആയിരിക്കും മേക്ക് ഔട്ട് എന്ന ഫ്രേസൽ വേർബ് ഉപയോഗിക്കുകയാണെങ്കിൽ. അത് നിന്റെ വെറും ഭാവനയാണ്, അത് നിന്റെ വെറും ഭാവനയാണ്, അല്ലെങ്കിൽ നിന്റെ വെറും തോന്നലാണ്. ഇറ്റ്സ് ജസ്റ്റ് യുവർ ഇമാജിനേഷൻ. ഇറ്റ്സ് ജസ്റ്റ് യുവർ ഇമാജിനേഷൻ. ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ ഭാവന. സോറി, അത്ര നേരം എനിക്ക് കാത്തു നിൽക്കാൻ പറ്റില്ല. സോറി, അത്ര നേരം എനിക്ക് കാത്തു നിൽക്കാൻ പറ്റില്ല. സോറി, ഐ കാൺട്ട് വെയിറ്റ് ദാറ്റ് ലോങ്. ഐ കാൺട്ട് വെയിറ്റ് ദാറ്റ് ലോങ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫോർ എന്ന വാക്ക് ചേർക്കാം. ഐ കാൺട്ട് വെയിറ്റ് ഫോർ ദാറ്റ് ലോങ് അങ്ങനെയും പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ ഈ സോറി എന്ന് പറയരുത്. അതിന്റെ പ്രൊനൗൺസിയേഷൻ സോറി എന്നാണ്. മലയാളത്തിൽ എഴുതുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സോറി എന്ന് എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ സോ എന്ന സൗണ്ടാണ് വേണ്ടത്. ഓക്കെ, സോ സോറി. സോറി അല്ല, സോറി. പിന്നെ നീ എന്താണ് ചെയ്തത്? പിന്നെ നീ എന്താണ് ചെയ്തത്? അതേപോലെ എന്നിട്ട് നീ എന്താണ് ചെയ്തത്? എന്നിട്ട് നീ ചെയ്തത്. അപ്പോൾ നീ എന്താണ് ചെയ്തത്? അപ്പോൾ നീ എന്താണ് ചെയ്തത്? ഈ 3 സെന്റൻസിനും കൂടിയിട്ട് നമുക്ക് പറയാവുന്ന ഒരു സെന്റൻസ് ദെൻ വാട്ട് ഡിഡ് യു ഡു? ദെൻ വാട്ട് ഡിഡ് യു ഡു? ഇതിനെ തന്നെ നമ്മൾ ദെൻ എന്ന വാക്കിന് യൂസ് ചെയ്യാവുന്നതാണ്. വാട്ട് ഡിഡ് യു ഡു ദെൻ? അപ്പോ ദെൻ വാട്ട് ഡിഡ് യു ഡു? ദെൻ വാട്ട് ഡിഡ് യു ഡു? അല്ലെങ്കിൽ വാട്ട് ഡിഡ് യു ഡു ദെൻ? ദെൻ എന്ന വാക്കുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ, അല്ലെങ്കിൽ എന്നിട്ട്, അപ്പോൾ. ഈ സെന്റൻസിനെ തന്നെ നമ്മൾ ഏത് വാക്കിനെയാണോ സ്ട്രെസ് ചെയ്യുന്നത്, ഊന്നി പറയുന്നത്, അതനുസരിച്ച് അതിന്റെ മീനിങ് മാറ്റാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ദെൻ വാട്ട് ഡിഡ് യു ഡു? അപ്പൊ ദെൻ എന്ന വാക്കിന് നമ്മൾ സ്ട്രെസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് പിന്നെ നീ എന്ത് ചെയ്തു? ദെൻ, അതായത് ഒരു കഥ കേൾക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സംഭവം ഒരാൾ നമ്മുടെ അടുത്ത് പറയുകയാണ്. അതിനുശേഷം നമ്മൾ ചോദിക്കുകയാണ്, അപ്പോ അതിനുശേഷം അപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? പിന്നീട് നിങ്ങൾ എന്ത് ചെയ്തു? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? അപ്പൊ അവിടെ സ്ട്രെസ് ചെയ്യേണ്ട വാക്ക് ദെൻ. വാട്ട് ഡിഡ് യു ഡു? ഇതിനെ തന്നെ നമ്മൾ യു എന്ന വാക്കിനെ സ്ട്രെസ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഡിഡ് യു ഡു? വാട്ട് ഡിഡ് യു ഡു ദെൻ? അപ്പൊ ഇവിടെ നമ്മൾ വാട്ട് ഡിഡ് യു ഡു ദെൻ? ഇവിടെ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് നീ എന്തു ചെയ്തു? അപ്പോൾ നീ എന്തു ചെയ്തു? അപ്പൊ ഇവിടെ യു എന്ന വാക്കിനാണ്, ദെൻ എന്ന വാക്കിനാണ് നമ്മൾ സ്ട്രെസ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഈ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ്